ദൈവനാമം മഹത്വപ്പെടട്ടെ. ഈ ഇടവകയെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് വർഷങ്ങൾ ശുശ്രൂഷ നിർവഹിച്ചതിൻ്റെ ഭാഗമായിരിക്കുന്ന വന്ദനായ ഗീവർഗീസ് അരൂപാല കോർപ്പിസ്കോപ്പാച്ചൻ എന്നോടൊപ്പം ശുശ്രൂഷകളുടെ നിയോഗങ്ങളെ പങ്കുവെക്കുവാൻ, നേതൃത്വം നൽകുവാൻ, കാർമ്മികരാകുവാൻ ദൈവം നിയോഗിച്ച വന്ദനായ ജോൺസൺ കുഞ്ചക്കോണവച്ചൻ, പ്രിയപ്പെട്ട ടിജേച്ചൻ, അവരുടെ കുടുംബാംഗങ്ങൾ, ഒപ്പം ഇടവകയുടെ സെക്രട്ടറി പ്രിയപ്പെട്ട ജിനു, ട്രസ്റ്റി എന്ന സന്നിഹിതനല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, വളരെ ശ്രദ്ധാപൂർവം ഇതിൻ്റെ ഭാഗമാകുവാൻ സമയം മാറ്റിവെച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും, എസ്പെഷ്യലി ദ യങ്സ്റ്റേഴ്സ് ഹു ആർ ഹിയർ, നിങ്ങളുടെ സാന്നിധ്യത്തിന് പ്രത്യേകമായ സന്തോഷം ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഇന്ന് പ്രസംഗിക്കുന്നതും തുടർന്ന് നടക്കുന്നതും തമ്മിൽ ബന്ധമുണ്ടാകണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് നയപ്രഖ്യാപന പ്രസംഗമായിട്ട് ഇത് കാണരുത്. ഒരു മുൻവിധിയും ഞങ്ങളോട് കാണിക്കരുത്. അച്ഛനത് പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ആദ്യം തുടക്കം കുറിച്ചത് 2009 ഇതെൻ്റെ 8ാമത്തെ ദേവാലയമാണ്. ഇന്നലെ വൈകിട്ട് വന്ന താക്കോലും കുറേ റെക്കോർഡ്സൊക്കെ എൻ്റെ തന്നു. ഞാനത് എൻ്റെ ഭാരം കൊണ്ട് അപ്പം തന്നെ താഴെ വെച്ചു. ഭാരം കൂടിയിട്ടല്ല, ഒരുപാട് കാര്യങ്ങൾ കാണും. ചെറിയാനച്ഛന് കുറച്ച് തന്നു, ജിന്നു എല്ലാം കാണിച്ചു തന്നു. ഒരു യൂണിവേഴ്സിറ്റി ടൂർ പോലെ ഒരു ടൂറൊക്കെ നടത്തിച്ച് ഞങ്ങളെ ഇട്ടു. അപ്പം തന്നെ ഒരു വേർപ്പുണ്ടായി. പക്ഷെ അത് കുഴപ്പമില്ലായിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. വേദപുസ്തകത്തിലെ ഒരു വാക്യം ചൂണ്ടിക്കാണിക്കുക, മോശയാണ് ലോകത്തിലെ ഏറ്റവും അറിയപ്പെട്ട നേതാവെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. 6 ലക്ഷം അല്ലെങ്കിൽ 600,000 ആളുകളെ യാതൊരു ക്രമീകരണങ്ങളോ സാധ്യതകളോ ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ ദൈവജനത്തെ നയിച്ച മനുഷ്യന്റെ പേരാണ് മോസസ്. ടേക്കൺ ഫ്രം വാട്ടർ ആണ് ആ വാക്കിന്റെ അർത്ഥം. ഈ ജനങ്ങളെ നയിക്കുമ്പോൾ ഈ PA സിസ്റ്റം ഇല്ലായിരുന്നു. There was no seating arrangement. There is nothing in there. But he was the leader of the people of God. How it became? ഒറ്റ കാര്യമേ ഉള്ളൂ. മോശം നടക്കുമ്പോഴെല്ലാം കൂടെ നടക്കാൻ മനുഷ്യരുണ്ടായിരുന്നു. മോശയുടെ കയ്യിലൊരു വടി കൊടുത്തിരുന്നു. ഞാൻ പലപ്പോഴും ചിന്തിക്കും, എൻ്റെ കയ്യിൽ നിന്ന് തന്നിരുന്നെങ്കിൽ ഞാൻ സെന്റ് തോമസ് വരുന്നതിന് മുമ്പേ അതിവിടെ ഒന്ന് പിടിച്ചേനെ, ദൈവമേ രക്ഷിക്കണമെന്ന് പറയാം. സെന്റ് പീറ്റേഴ്സിൽ നിന്ന് ഇറങ്ങുമ്പോഴും ഞാൻ വടിയൊന്ന് പൊക്കി വെച്ചേനെ. നിങ്ങളെ ഓരോരുത്തരുടെയും തന്നിരുന്നെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തേനെ. പക്ഷെ മോശം ആവശ്യമുള്ളപ്പോൾ മാത്രമേ ഈ വടി ഉയർത്തു. ശരിയല്ലേ? ചെങ്കടലിനെ ഭാഗിക്കേണ്ടി വന്നപ്പോൾ ഉയർത്തി, അത് പൂർവസ്ഥിതി പ്രാപിക്കാനും ഉയർത്തി. വെള്ളം ആവശ്യമുള്ളപ്പോൾ പാറയിൽ അത് അടിച്ചു. അപ്പൊ ആവശ്യമായ കാര്യത്തിന് വന്നു. വഴിയിൽ അടിക്കുമെന്ന് നിങ്ങൾ ഇന്റർപ്രറ്റ് ചെയ്യരുത്. കാര്യം ഇവിടെ ടോണി ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് പബ്ലിഷ് ചെയ്യും. അപ്പൊ ഈ വാക്ക് മാത്രമായിരിക്കും ഇന്നത്തെ വൈകിട്ട് ഇറങ്ങാൻ വന്ന അച്ഛൻ വടി ഉയർത്തും. ബാക്കി പറഞ്ഞതെല്ലാം വിട്ടു. മോശയെ വെട്ടിക്കളഞ്ഞു, കൊല്ലം വെട്ടിക്കളഞ്ഞു. ഞാൻ മോശയെ എക്സാമ്പിൾ എടുത്താണ്. മോസസ് നത്തിങ്, ഐ കനോട്ട് കമ്പയർ വിത്ത് മോസസ്. പക്ഷേ ഈ മോശയുടെ കൈ ഉയർത്തുമ്പോഴെല്ലാം, ഞാൻ വടിയെക്കുറിച്ച് പറയാനല്ല ഇത് പറയുന്നത്, ജനമെല്ലാം പ്രാർത്ഥന കൊണ്ട് ഈ വടിയുടെ അറ്റത്ത് ഇങ്ങനെ പിടിക്കും. ആ പിടുത്തമാണ് ആരെ നയിച്ചത്? മോശയ്ക്ക് ശക്തി ഉണ്ടായത്. അതുകൊണ്ട് ഞങ്ങളുടെ ഒറ്റ അപേക്ഷയേ ഉള്ളൂ, don't compare with the previous vicar with the present vicar, or don't compare with Arupal Legend. He's a legend. അച്ഛനുമായിട്ടൊക്കെ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ആളല്ല. ഞാൻ ഒരിക്കലും പ്രാർത്ഥിച്ചോ അല്ലെങ്കിൽ പ്രതീക്ഷിച്ചോ ഒരു സ്ഥലത്തല്ല ഇപ്പം ഞാൻ നിൽക്കുന്നത്. കാരണം 2009 ആണ് ഞാൻ അച്ഛനായത്. 13 വർഷം ഷമ്മാശനായിരുന്നു. യാത്രകൾ ചെയ്തു. പരിശുദ്ധ ബാബ തിരുമേനിമാരോടൊപ്പവും തിരുമേനിമാരോടൊപ്പവും ഒക്കെ സഞ്ചരിക്കാനും ജീവിക്കാനും ഒക്കെ ഒത്തിരി അവസരം കിട്ടി. അവരൊന്നും ഒത്തിരി പഠിച്ചത് അത് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. സെമിനാരി പഠിച്ചതിനേക്കാളും നല്ല വെളിച്ചം കിട്ടിയത് അവരോടൊപ്പം ഒക്കെ യാത്ര ചെയ്യുമ്പോൾ കിട്ടിയ വെളിച്ചങ്ങളാണ്. അന്ന് എനിക്ക് ആദ്യം കിട്ടിയ പള്ളി 4 പള്ളിയാണ്. നിങ്ങൾ കേട്ടാ ചിരിക്കും, അച്ഛനെയാണ് ഇവിടെ കൊണ്ടുവന്നതെന്ന്. ഇപ്പം മണക്കിട്ടാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. കൊല്ലം ജില്ലയിലെ ഈസ്റ്റേൺ അല്ലെങ്കിൽ തമിഴ്നാടിനോട് ചേർന്ന് തമിഴും മലയാളവും സംസാരിക്കുന്ന ഒരു മനുഷ്യരുണ്ട്. അത് ഞാൻ ചോദിച്ചു വാങ്ങിച്ചതാണ്. എനിക്ക് അവിടെ പോകണം. തെന്മല, നെടുമ്പാറ, ഒറ്റക്കല്ല്, അമ്പനാട് എല്ലാം കൂടെ
35 കിലോമീറ്റർ പോകണം, അതൊന്ന് കറങ്ങിയിട്ട് വരണം. എനിക്ക് അന്ന് ഒരു അസിസ്റ്റന്റ് അച്ഛനെ തന്നു. അച്ഛൻ്റെ പേര് ഐസക് അച്ഛനാണ്. പിന്നീട് ആദ്യമായിട്ടാണ് ഈ അസിസ്റ്റന്റ് എന്നുള്ള പദവിയുള്ളൂ. ഈ തിരുവോണ അച്ഛൻ ഞാൻ എന്നെക്കാളും ഒത്തിരി സീനിയറാണ്, കുടുംബത്തിൻ്റെ അംഗമാണ്, ജ്യേഷ്ഠ സഹോദരനാണ്. ധാരാളം കാര്യങ്ങൾ അച്ഛനിൽ നിന്ന് പഠിക്കുവാനും കേൾക്കുവാനും ഒക്കെ ഇടയായിട്ടുണ്ട്. രജേഷിനെ ഞാൻ കാണുന്നത് സെയിന്റ് ഗ്രിഗോറിയോസ് എൽമസ്റ്റ്. ഞാൻ ആദ്യം കരുതിയത് മുനിശ്രേഷ്ഠനായ ഒരു മനുഷ്യനാണ്. ഈ ഫോട്ടോ ചെയ്ത് എടുത്തു കഴിഞ്ഞപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി, ഈസ് ദ സ്പിരിച്വൽ ലീഡർ ആൻഡ് ഐ ആം ഹിസ് ഫോളോവർ. അപ്പൊ കൊച്ചമ്മയെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുക, അങ്ങനെ ഒരു അച്ഛനോടൊപ്പം കൊച്ചമ്മയെ യാത്ര ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത്, ആ 4 പള്ളിയിലെ ഒരു പള്ളിയിൽ 3 വീട്ടുകാരെ ഉള്ളായിരുന്നു. പക്ഷെ അവർക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. 7:30 തുടങ്ങുന്നെങ്കിൽ അവർ 7 മണിക്ക് പള്ളി വരും. എത്ര പേരുണ്ടായിരുന്നു? 3 പേര്. ഈ പള്ളിയിൽ എത്ര? അതിന്റെ എത്ര ഇരട്ടിയാണ് നിങ്ങൾ ചിന്തിക്കുക. സോ 300+ 350 340 ഒക്കെ കാണാം. അത്രയും വലിയൊരു പള്ളിയിലേക്ക് വരത്തക്കോണമുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാകണമെങ്കിൽ ഒറ്റ കാര്യമേ ഞങ്ങളുടെ മുമ്പിലുള്ളൂ. ഐ റിക്വസ്റ്റ് യുവർ സിൻസിയർ പ്രയർ. അത് ഉണ്ടാകണം. സോ ഡോണ്ട് കമ്പയർ വിത്ത് എനിവൺ. ഞങ്ങളെയും കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. അച്ഛന് മീഡിയയുമായിട്ടാണ് വലിയ കണക്ഷൻ. എനിക്കത് അറിയത്തുള്ളൂ. ഇപ്പോഴും മൊബൈൽ ഫോൺ എടുക്കാൻ അറിയാം, ഫോൺ വിളിക്കാൻ അറിയാം. അപ്പൊ അച്ഛൻ്റെ കയ്യിൽ കമ്പ്യൂട്ടർ കൊടുത്താൽ അതിന് കലാരൂപങ്ങളിലേക്ക് അച്ഛൻ മാറ്റും. ചേച്ചനെ ഞാൻ മനസ്സിലാക്കുന്നത് നല്ല സിൻസിയർ ആയിട്ടുള്ള ഒരു പാകതയുള്ളൊരു അച്ഛനാണ്. ഇതൊന്നും കിട്ടാത്തൊരു അച്ഛനെ വികാരിയാക്കി. ഇതെല്ലാം തികഞ്ഞവര് ഞാൻ അസിസ്റ്റന്റൊന്നും വിളിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, എന്നോടൊപ്പമുള്ള വൈദികരായിട്ട് മാറ്റി. പക്ഷെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു ഭാഗം ആ പറമ്പ് ഐസക് അച്ഛൻ നോക്കിക്കോ, ഈ പറമ്പ് ഐസക് മറ്റേ അച്ഛൻ നോക്കിക്കോ, ഇതിന്റെ പുറകുവശം രചിച്ചൻ നോക്കിക്കോ. അങ്ങനെ നിങ്ങൾ ആരും ഒരു ഡിവിഷൻ ഇടരുത്. സോ വി ആർ ഓൾവേസ് ഹിയർ ഫോർ യു, ഫോർ യുവർ സ്പിരിച്വൽ നീഡ്. അത് നിങ്ങൾ പറയുക എന്നുള്ള ദൗത്യം നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും, എസ്പെഷ്യലി ഈ ടു അച്ഛൻസ് ആർ നോട്ട് വർക്കിംഗ്, ഓൺലി വർക്കിംഗ് ഹിയർ. ഞങ്ങൾ എപ്പോഴും വർക്ക് ഫ്രം ഹോം ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് പേടിക്കേണ്ട. പക്ഷേ രുചകോണ അച്ഛൻ ഇസ് എ ചാപ്ലൈൻ. അച്ഛൻ്റെ ദൗത്യം അച്ഛൻ ചെയ്യട്ടെ. അച്ഛനെ കൊണ്ടാവുന്നതൊക്കെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. ഞങ്ങളും ഞങ്ങളെ കൊണ്ടാവുന്നതൊക്കെ ചെയ്യാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അഗെയിൻ ഐ റിക്വസ്റ്റ് യുവർ സിൻസിയർ പ്രയർ ഫോർ ഫുൾഫില്ലിംഗ് ഈച്ച് ആൻഡ് എവറി സാക്രമെന്റൽ ആൻഡ് ലിറ്റർജിക്കൽ പാർട്ട്. എനിക്ക് വന്നപ്പോഴേ പരിചയമുള്ള മനുഷ്യരുണ്ട്, വരുന്നതിന് മുമ്പേ പരിചയമുള്ള മനുഷ്യരുണ്ട്, എൻ്റെ ക്ലാസ്മേറ്റ്സ് ഉണ്ട്, കൂട്ടുകാരുണ്ട്, വീട്ടുകാരുണ്ട്, എൻ്റെ വെൽവിഷേഴ്സ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവരെയും ഞാൻ കാണുന്നത് ദ പാരിഷ് മെമ്പേഴ്സ് ഓഫ് സെയിന്റ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ. അച്ഛൻ പറഞ്ഞതുപോലെ ഇതൊരു അഡ്രസ്. സെയിന്റ് തോമസ് കത്തീഡ്രൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഓൺലി എ പാരിഷ്, ഇറ്റ്സ് ആൻ അഡ്രസ്. ഇപ്പൊ സെന്റ് തോമസിലെ വികാരിയാണെന്ന് പറഞ്ഞപ്പോൾ എന്നെ പറഞ്ഞു പ്രൊമോഷൻ കിട്ടി പറയാവുന്നതെല്ലാം പറഞ്ഞു. പക്ഷെ അന്ന് മുതൽ എനിക്ക് വിലയിൽ ഇതുവരെ കയ്യിൽ മാറിയിട്ടില്ല. ആ വിലയിൽ മാറാൻ നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ വീണ്ടും വെക്കുക. ഇപ്പൊ ഈ അഡ്രസ്സിലേക്ക് എത്തുമ്പോൾ ആ അഡ്രസ്സിന് ചേരുന്ന ഒരു അഡ്രസ്സാണോ വന്ന് ചേരുന്നതെന്ന് എനിക്കൊരു സംശയം ഉണ്ടായി. എങ്കിലും ഓൺലി ബിക്കോസ് ഓഫ് ദ ഓർഡർ ആൻഡ് കൽപ്പന ഓഫ് തിരുമേനി ഐ ആം ഹിയർ. എന്നെ സ്വീകരിക്കാൻ, അല്ലെങ്കിൽ ഞങ്ങളെ 3 വൈദികരെയും സ്വീകരിക്കാൻ നിങ്ങൾ ഇങ്ങനെ ഒരു മീറ്റിംഗ് ഒരുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അതിൽ നിങ്ങളുടെ മനസ്സ് ഇവിടെ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നു. അത് അറേഞ്ച് ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരോടും സ്നേഹം, സന്തോഷം അറിയിക്കുന്നു. നിങ്ങളോടൊപ്പം അടുത്ത തിരുമേനി കൽപ്പന എഴുതുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. അൺടിൽ ഫർദർ ഓർഡർ. അതുകൊണ്ട് കണക്കില്ല. എനിക്ക് സെന്റ് പീറ്റേഴ്സിലൂടെ തന്നതും എസ്എൽസിലും എങ്ങനെയായിരുന്നു? അൺടിൽ ഫർദർ ഓർഡർ. അപ്പൊ ഞാനിങ്ങനെ സന്തോഷിച്ചിരുന്നു. മിക്കവാറും എല്ലാ മനുഷ്യരെയും ഞാൻ തന്നെ മെമ്പർഷിപ്പിൽ ആഡ് ചെയ്തവരാണ്. അവിടുത്തെ മിക്കവാറും കാറ് ഞാൻ തന്നെ കൂതാശ ചെയ്തതാണ്. മിക്കവാറും എല്ലാ വീട് ഞാൻ കൂതാശ ചെയ്തതാണ്. അവിടെ എല്ലാവരെയും എനിക്ക് എൻ്റെ മൊബൈലിലും എൻ്റെ ഹൃദയത്തിലും ഓർമ്മയിലും കൃത്യമായി കിട്ടുമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഞാൻ നോക്കിയിട്ട് ഇവിടെ മുതൽ തുടങ്ങി കുറച്ചൊക്കെ വിട്ടുപോവാ. എങ്കിലും അറിയാവുന്നവരും സുപരിചിതരും സന്തുഷ്ടരുമായ ഒരുപാട് പേരുണ്ട്. നിങ്ങളെല്ലാം ഇടവകയുടെ ഭാഗമാണ്. നിങ്ങളോടൊപ്പം എനിക്കൊരു വയസ്സ് കൂടുമ്പോൾ നിങ്ങൾക്കും ഒരു വയസ്സ് കൂടാതെ ഓർത്തോണം. പിന്നെ എനിക്ക് 2 വയസ്സ് കൂടുമ്പോൾ നിങ്ങൾക്ക് 2 വയസ്സ് കൂടും. അങ്ങനെ എനിക്ക് നമ്മൾ മുന്നോട്ട് നടക്കുന്നത്. സോ വി ആർ ട്രാവലിംഗ് ടുഗദർ ആസ് എ പിൽഗ്രിം കമ്മ്യൂണിറ്റി ഇൻ ദ പാർട്ട് ഓഫ് സെന്റ് തോമസ് കത്തീഡ്രൽ. നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഭാവങ്ങളും ആശംസിക്കുന്നു. പ്രാർത്ഥിക്കണം എന്ന് മാത്രം കരുതിക്കൊണ്ട് ഈ ഒരു നല്ല സായാഹ്നം ഇതിനു വേണ്ടി ഒരുക്കിയതിൽ ടുഡേസ് ഓഗസ്റ്റ് 2 ഞാൻ സെമിനാരി ജോയിൻ ചെയ്ത ദിവസം ഓഗസ്റ്റ് 3
ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കോട്ടി വായിക്കുമ്പോൾ കുറേ കാര്യങ്ങളുണ്ട്. അത് കഴിയുമ്പം ട്രാൻസ്ലിറ്ററേഷൻ തുടങ്ങാൻ പോവാം. അമ്മ മൂന്ന് അച്ഛന്മാരെ നിങ്ങൾ പുതുതായിട്ട് എടുത്തു. ഇതിനകത്ത് കർത്താവ് ആരെ ഏലിയാവ് ആരെ എന്ന് ചോദിക്കരുത്. നിങ്ങൾ 3 പേരും കർത്താവല്ല, കർത്താവിനോടൊപ്പം ചേരാനുള്ള ഇതിൽ പത്ത് ചോദിക്കുന്നതിനാൽ ധാരാ പത്രോസ് അല്ല. ഞങ്ങൾ 3 പത്രോസാണ്, ഞങ്ങൾ 3 മോശയാണ്, ഞങ്ങൾ 3 ഏലിയാവ്. പക്ഷെ ഞങ്ങൾ 3 വൈദികരാണ്. ഇപ്പം ഇത്രയും പറഞ്ഞ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ഒരു കാര്യം കൂടി ചോദിച്ചത് വീഡിയോയിൽ അത് കട്ട് ചെയ്ത് കളഞ്ഞത്, ഈ മോശയ്ക്ക് പ്രാർത്ഥനയുടെ ഒരു സപ്പോർട്ട് കൊടുത്തതുപോലെ സപ്പോർട്ട് ചെയ്യുമെന്ന് മനസ്സിൽ തീരുമാനിച്ചവർക്കൊന്ന് കൈപ്പൊക്കെ ആരും കാണാതെ കൈപ്പൊക്കെ കാണിച്ചാൽ മതി. ഞാൻ പറഞ്ഞ കേട്ടെങ്കിൽ so can you raise your hands if you are ready to support Isaac Achen, Johnson Achen and Teji Achen for our spiritual need. വേറെ ഒന്നും ഞാൻ ചോദിക്കുന്നില്ല, ഇതാണ് കുഴപ്പമില്ല. വ്യക്തികളോട് വലിയ സന്തോഷം, ആരും കാണാതെ വ്യക്തികളോട് സന്തോഷം, ഇങ്ങനെ വ്യക്തികളോട് സന്തോഷം. അവിടെ ഞാൻ ഉയർത്തി, പക്ഷെ ഞാൻ ഉയർത്തിയില്ല. എങ്ങനെയാണെങ്കിലും ഐ എം വെരി ഹാപ്പി വിത്ത് ഓൾ ഓഫ് യു. ഞാൻ നടത്തുന്നു.